എടാ വെൽക്കം ബാക്ക് ടു NM ക്ലാസ് റൂം ഇട്ടാ. എന്ത് തോന്നുന്നു ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് എന്ത് തോന്നുന്നു? നമ്മളിപ്പോ ഒരു ഫസ്റ്റ് എലമെന്റിലെ കുറച്ച് 2 യൂണിറ്റ് കഴിഞ്ഞു അല്ലേ? കാര്യങ്ങൾ പിടുത്തം കിട്ടുന്നുണ്ടാ? ഒരു ഐഡിയ കിട്ടി തുടങ്ങിയില്ല? ഒരു പരിചയമില്ലാത്ത ടോപ്പിക്കിനെ പറ്റി എന്തൊക്കെയോ പറയാമെന്നൊക്കെ തോന്നി തുടങ്ങിയില്ലേ? അത് തന്നെ വലിയ സക്സസ് ആടാ. ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് അടക്കി പെറുക്കി വെച്ച് ലാസ്റ്റ് അവസാനത്തെ കട്ടം കൂടെ കയറ്റുമ്പോഴാണ് അത് ഫിനിഷ് ആവുക. അതുവരേക്കും നമ്മളിങ്ങനെ ഇതാവൂല ഓക്കെ ഇതാകുമെന്നുള്ള ശുഭാപ്തി പ്രതീക്ഷ തന്നെയാണ് നമ്മൾ ഈ പോണത്. ആവുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. വെട്ടിടൂട്ടാ, പവർ വേണോട്ടാ, ഫുൾ എനർജി റെഡി. ഓരോ സെക്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഫയറിനെ നമ്മൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ഫീൽ, ഒരു ഫയർ ഉണ്ടല്ലോ, ആ സാധനത്തിനെ ട്രിഗർ ചെയ്യണം. നമ്മളുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ഡ്രീമിനെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഫീൽ ചെയ്ത് വിഷ്വലൈസ് ചെയ്യണം. ക്ലിയർ ആവണുണ്ടാ? എന്തിനാണ് നെബോഷ് എടുക്കാൻ വന്നത്? അത് പെടക്കും എന്നുള്ളൊരു ഫീലിൽ തന്നെ. ഓക്കെ, സോ ദാറ്റ് ഫീൽ നമ്മൾ പിന്നെ ഫസ്റ്റ് എലമെന്റിലെ ലാസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ഫസ്റ്റ് എലമെന്റിൽ ആകെ 3 യൂണിറ്റ് ആണുള്ളത്. 3ാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. സത്യത്തിൽ 3ാമത്തെ യൂണിറ്റിലൊന്നുമില്ല. ഈ ഓർഗനൈസേഷനിൽ ആരൊക്കെ ഉണ്ട്, എന്തെല്ലാമാണ് അവർ ചെയ്യുന്നത്? അതൊരു മാനേജ്മെന്റ് ആണല്ലോ. ഓർഗനൈസേഷനിൽ ആരൊക്കെ ഉണ്ട്? ഓർഗനൈസേഷനിൽ അമ്മാവന്റെ മൂത്താപ്പാടെ മോനും മോളുണ്ട് എന്നല്ല പറയേണ്ടത്. ഓർഗനൈസേഷനിൽ ആരൊക്കെ ഉണ്ട്? ഒന്നാമത് ഓർഗനൈസേഷനിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനെ ഉണ്ടാവൂല ആരില്ലാണ്ട്? എംപ്ലോയർ ഇല്ലാണ്ട്. പിന്നെ ആരുണ്ട്? എംപ്ലോയി ഉണ്ട്. പിന്നെ പലരും ഉണ്ട്. നമുക്ക് ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് പഠിക്കലാണ് നമ്മുടെ യൂണിറ്റ് കേട്ടാ. അപ്പോൾ ഓർഗനൈസേഷനിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എംപ്ലോയറും എംപ്ലോയി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചില്ലേ? അക്കോർഡിംഗ് ടു C155 R164 എന്ന് പറഞ്ഞിട്ട് പണ്ട് നമ്മൾ പറഞ്ഞില്ല, കോളേജിലെ നീ അത് പഠിച്ചില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു പഠിച്ചെന്ന് മാത്രം പറയരുത് സാറേ, കോളേജിൽ പോയില്ലേ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ യൂണിറ്റ് പഠിച്ചില്ലെന്ന് ഞാൻ ചോദിക്കണില്ല, കേട്ടില്ലേ? ഓക്കെ, ശ്രദ്ധിച്ചില്ലേ? അത് മതി, ദാറ്റ് ഈസ് ഇനഫ്. ഭയങ്കര പഠിപ്പിച്ചൊന്നും ആവരുത് കേട്ടാ. ഓക്കെ, ഫുൾ പവർഫുൾ ആണെങ്കിൽ നമ്മളിങ്ങനെ വളരെ ഫ്ലോയിൽ കയറിപ്പോണം. ഓക്കെ, അപ്പൊ അതിൽ എംപ്ലോയറും എംപ്ലോയിയുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കഴിഞ്ഞു പോയി. C155 R164 എംപ്ലോയർ അവരുടെ വർക്കേഴ്സിനെയും അവിടെയുള്ള ആൾക്കാരെയും വിസിറ്റേഴ്സിനെയും പബ്ലിക്കിനെയും കോൺട്രാക്ടേഴ്സ് ആരൊക്കെ ഉണ്ട് അവരെ കീഴിൽ അവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യൽ അവരുടെ ബാധ്യതയാണ്, സംശയമൊന്നുമില്ല. ഇത് കൂടാതെ ആരൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ട ഒരു ടീമാണ് ഡയറക്ടേഴ്സ് ആൻഡ് സീനിയർ മാനേജേഴ്സ്. ഇവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് ആൻഡ് സീനിയർ മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ താഴെക്കിടയിലുള്ള ലൈൻ മാനേജ്മെന്റിന്റെ പണിയെടുക്കുന്ന ആളുകളല്ല. അവർ ഓർഗനൈസേഷനെ ചലിപ്പിക്കുന്ന ആളുകളുമല്ല. ഓർഗനൈസേഷന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ ചലിപ്പിക്കാൻ വേറെ ആളുകൾ ഇട്ടിട്ടുണ്ട്. കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ ഡയറക്ടേഴ്സ് ആൻഡ് സീനിയർ മാനേജേഴ്സിന്റെ യഥാർത്ഥത്തിലുള്ള റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ അകത്ത് ഉണ്ടാകുന്ന പോളിസി, അതായത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഇവരുടെ പണിയാണ്. ഓർഗനൈസേഷന്റെ ഔട്ട്ലുക്ക് എങ്ങനെ ഇരിക്കണം, ഓർഗനൈസേഷനെ പുറത്ത് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, ഓർഗനൈസേഷന്റെ ടോട്ടൽ ബ്ലൂ പ്രിന്റ് എങ്ങനെയായിരിക്കണം, ഓർഗനൈസേഷന്റെ തലമണ്ടകളാണ് ആര്? ഡയറക്ടേഴ്സ് ആൻഡ് സീനിയർ മാനേജേഴ്സ്. പോളിസി ക്രിയേറ്റ്. ഇനി അതുപോലുള്ള വലിയ വലിയ സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ആഡിക്വേറ്റ് റിസോഴ്സുകൾ കൊടുക്കുക. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും, അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം, ഇവിടെ ഇംപ്ലിമെന്റ്, അതൊക്കെ നോക്കിക്കാണ് റിസോഴ്സസ്. ഓർഗനൈസേഷനിലെ വളരെ കീ പേഴ്സണലിനെ റിക്രൂട്ട് ചെയ്യണോടത്ത്, കീ പേഴ്സണലിനെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ റിക്രൂട്ട് ചെയ്യണോടത്ത് അവരവിടെ ഉണ്ടാവും. കോൺട്രാക്ടേഴ്സിന് വർക്ക് കൊടുക്കുന്നിടത്ത് ഉറപ്പായിട്ടും ടോപ്പ് മാനേജ്മെന്റ് ഡയറക്ടേഴ്സിനെ, വലിയ മില്യൺസിന്റെ കോൺട്രാക്ടേഴ്സിനെ എൻഗേജ് ചെയ്യുന്നിടത്ത് ഇവർക്ക് റോൾ ഉണ്ട്. കഴിഞ്ഞോ? റോള് ഇല്ല. ലീഗൽ ഫ്രെയിം വർക്കുകൾ സെറ്റ് ചെയ്യുന്നിടത്ത് ഇവർക്ക് റോൾ ഉണ്ട്. കഴിഞ്ഞ? റോള് ഇല്ല. റിസ്ക് അസസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത്, ഫോർമുലേറ്റ് ചെയ്യുന്നിടത്ത് ഇവർക്ക് റോൾ ഉണ്ട്. ഈ പറഞ്ഞതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഈ പറഞ്ഞതിൽ നിന്ന് ഇത്രയും റോളെ ഇവർ കൊള്ളുന്നു ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ചായ മേടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഡയറക്ടറുടെ റോളാണ് നമ്മളെ തലയിൽ വരുന്നില്ലല്ലോ, വരുന്നില്ല, ഒരിക്കലും വരില്ല. അതേസമയം ഓർഗനൈസേഷന്റെ ഇന്ന ഒരു പ്രത്യേക ഫീൽഡിൽ ട്രെയിനിങ്ങിന് വലിയൊരു ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് വരുമ്പോൾ
അത് സീനിയർ മാനേജർ. അത് മനസ്സിലായില്ലേ? ഇനി അതുപോലെ തന്നെ ഒരു ഇഷ്യൂ വരുമ്പോൾ അതിന് ലീഗലി റിസോൾവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മളെ സീനിയർ മാനേജേഴ്സ് നമ്മളെ റോളിലേക്ക് വരും. റൈറ്റ്? ഇതാണ് ഡയറക്ടേഴ്സ് ആൻഡ് സീനിയർ മാനേജേഴ്സിന്റെ റോളെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെ കിടക്കുന്നതാണ് മാനേജേഴ്സ് ആൻഡ് മിഡിൽ മാനേജേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ്. ഇവരുടെ റോൾ അപ്പൊ എന്താണ്? ഇവരുടെ റോള് ഡയറക്ടേഴ്സിന്റെ റോളാണോ സീനിയർ മാനേജേഴ്സിന്റെ റോളാണോ? അല്ലടാ, ഒരിക്കലും അല്ല. ഇവർക്ക് പോളിസി ഉണ്ടാക്കണ്ട, പക്ഷെ പോളിസിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റ്, ആ വാക്കാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. ഇംപ്ലിമെന്റ്. മറ്റേത് ഫോർമുലേറ്റ്, ക്രിയേറ്റ് ചെയ്യുന്നു, ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. മറ്റവര് സൃഷ്ടിക്കുന്നു, ഇവരെന്ത് ചെയ്യുന്നു? അതിനെ റൺ ചെയ്യിപ്പിക്കുന്നു. അവര് ആക്ഷൻ ഓറിയന്റഡ് ഡൂവേഴ്സ് ആണ്. ആര്? ചെയ്യുന്ന ആളുകളാണ്. ആര്? മിഡിൽ മാനേജർ. എല്ലാം പോയി ചെയ്യണോ മിഡിൽ മാനേജേഴ്സിന്? ഒരിക്കലും വേണ്ട. അണ്ടർ ദെയർ ഏരിയ ഓഫ് ഓപ്പറേഷൻ, അവരുടെ കീഴിൽ കിടക്കുന്ന സംഗതികളെ, ആ ലൈൻ ഓഫ് ഓപ്പറേഷൻസിനെ ചെയ്യലാണ് അവരുടെ പണി. പക്ഷെ സീനിയർ ഡയറക്ടേഴ്സിന്റെ പണിയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ പെർഫോമൻസ് റിവ്യൂ ചെയ്യുക, ഇതൊക്കെ ഡയറക്ടേഴ്സിന്റെ സീനിയർ മാനേജേഴ്സിന്റെ പണിയാണ്. പക്ഷെ ഇതെല്ലാം നടത്തുന്നത് ആരാണ്? മിഡിൽ മാനേജേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ആണ്. റിസ്ക് അസസ്മെന്റ് ഉണ്ടാക്കൽ ആരുടെ പണിയാണ്? ടോപ്പ് മാനേജ്മെന്റ്. പക്ഷെ റിസ്ക് അസസ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യൽ ആരുടെ പണിയാണ്? സൂപ്പർവൈസേഴ്സിനാണ്. സൂപ്പർവിഷൻ പ്ലാൻ ഉണ്ടാക്കൽ ആരുടെ പണിയാണ്? മറ്റൊരു പണിയാണ്. സൂപ്പർവൈസ് ചെയ്യുന്ന ആരാണ്? മിഡിൽ മാനേജേഴ്സ് ആണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ലീഗൽ ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, പക്ഷെ അതിനുവേണ്ടി ഓടി നടക്കേണ്ടത് ആരാണ്? മിഡിൽ മാനേജേഴ്സ് ആണ്. കോൺട്രാക്ടേഴ്സിനെ എൻഗേജ് ചെയ്യിക്കേണ്ടത്, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ടോപ്പ് മാനേജ്മെന്റ് ആണ്. പക്ഷെ അവരെ കോർഡിനേറ്റ് ചെയ്യലും മോണിറ്റർ ചെയ്യലും ആരാണ്? മിഡിൽ മാനേജ്മെന്റ് ആണ്. മനസ്സിലായില്ലേ? റിസോഴ്സുകൾ ഫണ്ട് കൊടുക്കലും ടോപ്പ് മാനേജ്മെന്റ്, ഈ ഫണ്ടിനെ യൂസ് ചെയ്യല് മിഡിൽ മാനേജേഴ്സ് ആണ്. പോളിസി ഉണ്ടാക്കൽ ടോപ്പ് മാനേജർ, പോളിസിനെ ഇംപ്ലിമെന്റ് ചെയ്യല് മിഡിൽ മാനേജേഴ്സ് ആണ്. കഥ മനസ്സിലായില്ല? അപ്പൊ ഒന്നുമില്ല, ഒരൊറ്റ വാക്ക് മാത്രം പഠിച്ചു. ഒന്ന് ക്രിയേറ്റ് ആണ്, മറ്റൊന്ന് ഇംപ്ലിമെന്റ് ആണ്. ഇത്ര വ്യത്യാസമുള്ളൂ യഥാർത്ഥത്തിൽ ഇവരല്ല. അപ്പൊ ഇവരുടെ ലൈൻ ഓഫ് കൺട്രോളിലുള്ള ആളുകളെ മാത്രമാണ് ഓപ്പറേഷൻസ് അണ്ടർ ദെയർ കൺട്രോൾ, അല്ലെങ്കിൽ അവരുടെ താഴെയുള്ള കീഴിലുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? മിഡിൽ മാനേജേഴ്സ് നോക്കുന്നത്. ഹൂ ഡസ് വാട്ട് ഇൻ ഓർഗനൈസേഷൻ. ഓരോരുത്തരും ഓർഗനൈസേഷനിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോ പരിശോധിച്ചുകൊണ്ടിരിക്കണേ. റൈറ്റ്? അപ്പോ ഓരോരുത്തരും ഓർഗനൈസേഷനിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എംപ്ലോയർ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായില്ലേ? റെസ്പോൺസിബിലിറ്റി പഠിച്ചില്ലേ? എംപ്ലോയി വർക്കർ എന്ത് ചെയ്യണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി പഠിച്ചില്ലേ? ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റി പഠിച്ചില്ലേ? മിഡിൽ മാനേജേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി പഠിച്ചില്ലേ? കോൺസെപ്റ്റ് പഠിച്ചില്ലേ എന്ന് ഞാൻ ചോദിക്കണേ. ഇത് ഓരോ പോയിന്റും NM ബോർഡിൽ എഴുതിയിട്ട എല്ലാ പോയിന്റും പഠിച്ചില്ലേന്നേ അല്ല. ഞാൻ നിങ്ങളോട് ഏതോ ഉറക്കത്തിന് സുമേഷ് എനിക്കടാ എന്ത് സാർ എടാ ഈ ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലച്ചോറ് അയ്യോ മറന്ന് വേണ്ട. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ടോപ്പ് മാനേജ്മെന്റ് അല്ല, അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ഉദാഹരണം പോളിസി, റിസോഴ്സ്. വെരി ഗുഡ്, യു നോ ദ കോൺസെപ്റ്റ്. ഇങ്ങനെ മതി നിങ്ങൾക്ക്. ഇത് ഇത്ര ഉണ്ടോ? പാസ്സായി. അപ്പൊ ഡയറക്ടേഴ്സും മിഡിൽ മാനേജേഴ്സും കഴിഞ്ഞു. അടുത്ത ഒരു ടീമാണ് ഓർഗനൈസേഷന്റെ അടുത്ത ഒരു ടീമാണ് ആര്? നമ്മുടെ ഇവൻ ജോയിന്റ് ഒക്യുപ്പയർ ഓഫ് പ്രിമൈസ്. അതാരാണ്? ജോയിന്റ് ഒക്യുപ്പയർ. ജോയിന്റ് ആയിട്ട് ഒരു പ്രിമൈസ് എടുത്തിരിക്കുന്നു. ഒരു ബിൽഡിംഗ്, ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഇടാ. അതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ 4 PD മുറി ഉണ്ട്. അതിലൊരു ഷോപ്പ്, ഒരു ഫാൻസി ഐറ്റം നടത്തുന്ന ഒരു ചേട്ടനെടുത്ത്, അപ്പുറത്തെ ഷോപ്പ് ഒരു കമ്പനി എടുത്ത്, അതിൻ്റെ ഇപ്പുറത്തെ ഷോപ്പ് ഒരു സ്റ്റേഷനറിക്കാരനെടുത്ത്, അതിൻ്റെ അപ്പുറത്തെ ഷോപ്പ് ഒരു ബേക്കറിക്കാരനെടുത്ത്. ഈ 4 ഷോപ്പിനെ പറഞ്ഞാണ് ജോയിന്റ് ഒക്യുപ്പയർ ഓഫ് പ്രിമൈസ്. ഒരു പ്രിമൈസിനെ ജോയിന്റ്ലി ഒക്യുപ്പൈ ചെയ്തു. ഇങ്ങനെ ഒക്യുപ്പൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് 5ാമത്തെ ഷോപ്പ് ഞാനും എടുത്ത്. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അവിടെയുള്ള തമ്മിലുള്ള അവിടെയുള്ള മുതലാളിമാർ തമ്മിൽ ഉറപ്പായിട്ടും അടിയാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് അറിയോ? ഞാനിവിടെ ക്ലാസ് തുടങ്ങുമ്പോൾ അവിടെ ബഹളം കേൾക്കണം. എനിക്ക് പ്രാന്തിരിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ബഹളം, മറ്റേത് മറിച്ചത്. വേറൊരുത്തം വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ വണ്ടി കൊണ്ടുവന്നിട്ട് എൻ്റെ പാർക്കിംഗ് കൊണ്ടിട്ടല്ല, പിന്നെ എന്തൊരു തേങ്ങയാണെന്ന് വെച്ചിട്ട് വേറെ പ്രശ്നം, ട്രാഫിക് വിഷയം. പെട്ടെന്ന് ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടായി, അയ്യോ എന്നും പറഞ്ഞ് എല്ലാവരും ഓടുന്നു, അടുത്ത വിഷയം. അപ്പോൾ ഒരു ബിൽഡിംഗ് പ്രിമൈസിനെ ഒരുമിച്ച് ഏറ്റെടുക്കുമ്പോൾ അവിടെ കുറച്ച് സേഫ്റ്റി റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ മീറ്റ് ചെയ്യാനുണ്ട്. That's all. When a premise is being occupied by more than one party called joint occupier of premise, അവിടെ ഉണ്ടാവേണ്ടത് കോൺഫ്ലിക്റ്റ് അല്ല, മറിച്ച് എന്താണ്? കോപ്പറേഷനും കോർഡിനേഷനും ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഫോം എ സേഫ്റ്റി കമ്മിറ്റി. നമ്മളൊരു കമ്മിറ്റി ഫോം ചെയ്തു. ആ കമ്മിറ്റിയിൽ മേജർ ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് ആ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്നു.
എന്തൊക്കെയാണ് ഇഷ്യൂസ് സാധാരണ വരാറ്? ട്രാഫിക് ഇഷ്യൂ വരും, സെക്യൂരിറ്റി ഇഷ്യൂ വരും, ഫയർ ഇഷ്യൂ വരും, അങ്ങനെ പലതും. മറ്റൊരാളെ ഹസാഡ് എനിക്ക് ബാധിക്കുന്ന ഇഷ്യൂ വരും. അപ്പോൾ വളരെ രമ്യമായി വളരെ കോപ്പറേറ്റ് ചെയ്ത് അമീക്കബിളി സെറ്റിൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ജോയിന്റ് ഒക്യുപ്പയർ ഓഫ് പ്രിമൈസ് എന്ന് പറയണേ. മനസ്സിലായോ? യെസ്, ഫൈൻ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എംപ്ലോയർ, എംപ്ലോയി, ഡയറക്ടേഴ്സ്, മിഡിൽ മാനേജേഴ്സ്, ജോയിന്റ് ഒക്യുപ്പയർ ഓഫ് പ്രിമൈസ്, എംപ്ലോയർ, എംപ്ലോയി, ഡയറക്ടേഴ്സ് ആൻഡ് സീനിയർ മാനേജേഴ്സ്, മിഡിൽ മാനേജേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ്, ജോയിന്റ് ഒക്യുപ്പയർ ഓഫ് പ്രിമൈസ് ആൻഡ് ലാസ്റ്റ് വൺ. ഇതോടെ ഈ ചാപ്റ്റർ തീരെയാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ ഇവിടെ ഉണ്ട് കിടക്കുന്ന യൂണിറ്റിന്റെ ലാസ്റ്റത്തെ പേഴ്സന്റെ പേരാണ് ഹൗ ടു മാനേജ് ആർ ഹൗ ടു കൺട്രോൾ എ കോൺട്രാക്ടർ. ഒരു ഓർഗനൈസേഷനിൽ ഉറപ്പായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരാളുടെ പേരാണ് എന്ത്? കോൺട്രാക്ടർ. കോൺട്രാക്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് എന്താണ്? നമ്മൾ ഒരു വർക്ക്, വീട്ടിലൊരു വർക്ക് പുറത്തൊരു ടീമിനെ ഏൽപ്പിച്ചു, അതൊരു കോൺട്രാക്ട് കൊടുക്കലാണ്. ഒരു വീട് പണി കോൺട്രാക്ട് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഈവന്റ് മാനേജ്മെന്റ് കോൺട്രാക്ട് കൊടുത്തു. ഇവിടെ ഒരു കമ്പനിയിൽ എന്തുണ്ടാവണം? ഒരു കോൺട്രാക്ടർ ഉണ്ടാവണമെങ്കിൽ മസ്റ്റായിട്ടും അവിടെ ആരും കൂടി ഉണ്ടാവണം. ദർ ഷുഡ് ഹാവ് എ ക്ലൈന്റ്. ഒരു ക്ലൈന്റ് ഇല്ലാതെ കോൺട്രാക്ടർ ഇല്ല. അപ്പൊ ക്ലൈന്റ് വർക്ക് എൻഗേജ് ചെയ്യിക്കുന്ന ആളാണ് കോൺട്രാക്ടർ. കോൺട്രാക്ടർ പണിയെടുത്ത് ചെയ്യുന്ന ആളാണ് അത് ക്ലൈന്റ്. മനസ്സിലായില്ലേ? അപ്പൊ ക്ലൈന്റും കോൺട്രാക്ടറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വളരെ മ്യൂച്വൽ ആണ്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി റെസ്പോൺസിബിലിറ്റീസ് രണ്ടു പേർക്കും എന്താണ്? ഷെയർഡ് സേഫ്റ്റി റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായ? നിങ്ങളൊരു ക്ലൈന്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് വർക്ക്, നിങ്ങൾ ഓൾറെഡി ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു ക്ലൈന്റ് ആണ്. ആ ക്ലൈന്റ് ആയ നിങ്ങൾ മറ്റൊരു വർക്കിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടറെ പുറത്തുനിന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അവരെ പോയി ചൊറിഞ്ഞ് അവരുടെ പണിക്കാരെ പണി കൊടുക്കാണ്ടിരി. അവർക്ക് ഉത്തരവാദിത്തമുണ്ട് നിങ്ങളെ പണിനെ തടസ്സപ്പെടുത്താതിരി. ഇതാണ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ക്ലിയർ? പക്ഷെ ഇതല്ല ഇവിടെ ഇമ്പോർട്ടൻ്റ് മാറ്റർ. അതല്ല ഒരു ക്ലൈന്റ് കോൺട്രാക്ടറെ എങ്ങനെ സെലക്ട് ചെയ്യും, എങ്ങനെ മാനേജ് ചെയ്യും. ഓക്കെ, ഒരു ട്രില്യൺ, ഒരു മില്യൺ പ്രോജക്ട്സ്, ഓക്കെ, ഒരു 100 മില്യൺ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഒരു മില്ലേനിയം പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്കൊരു നല്ല കോൺട്രാക്ടറെ വേണം. ഹൗ ടു സെലക്ട് ദിസ് കോൺട്രാക്ടർ? അത് ചിലപ്പോൾ പൈലിംഗ് ആകാം, അതല്ലെങ്കിൽ അതിലെ കൺസ്ട്രക്ഷൻ ആകാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം, എക്സ്കവേഷൻ ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങളൊരു കോൺട്രാക്ടർ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതാണ് ഹൗ ടു സെലക്ട് എ കോൺട്രാക്ടർ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഹൗ ടു സെലക്ട് എ കോൺട്രാക്ടർ. ഒരു കോൺട്രാക്ടറെ നമ്മൾ ഒരു ക്ലൈന്റ് എങ്ങനെ സെലക്ട് ചെയ്യാം? വളരെ സിമ്പിളായ ഒരു എക്സാമ്പിളിൽ കൂടെ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലൊരു കല്യാണം വരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറെ കാരണന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ നമ്മളും കയറി കുത്തിരുന്ന് ഓക്കെ ഡിസ്കഷൻ നടക്കണം. ഫുഡ് എവിടെ ഏൽപ്പിക്കണം, മറ്റേത് എന്ത് ചെയ്യണം, പന്തലാരണം, എന്താ സ്റ്റേജ് ഡെക്കറേഷൻ, പലതും പറഞ്ഞപ്പോ അതെ കൈപോയിക്കുക, നമ്മൾ കൈപോയിക്കുക. പരിപാടികളൊക്കെ ഞാൻ ഇട്ടു, നമ്മളതിൽ ബെസ്റ്റ് ടീമുണ്ട്, സംഭവങ്ങളുണ്ട്, ഫുഡ് ഞാൻ നോക്കിക്കോളാം, മറ്റേ ഈവന്റ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇട്ടെന്ന് കൈ അടിച്ചു. ഓക്കെ, ആ ചെക്കൻ നോക്കിക്കോളാം, അവനൊക്കെ നോക്കിക്കോളൂ, ഒരു പ്രശ്നമില്ല, ആരും ബസ്സിക്ക് തിരിഞ്ഞു നോക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. എത്ര 3500 പേർക്ക് സദ്യ, പപ്പടം, പഴം, പായസം, വേണ്ടവർക്ക് ബിരിയാണി, ഐസ്ക്രീം, സാധനങ്ങൾ, മറ്റേ സാധനം ഇല്ല എന്തൊരു, പിന്നെ മറ്റേ ബോംബെ മിഠായി, മറ്റേ കറങ്ങണ സാധനം, ഇത് മറ്റേതും മറിച്ചതും, മസാല ദോശ ഒക്കെ ഉണ്ട്, അൽഫാം, മന്തി ഒക്കെ ഉണ്ട്. ഇതൊക്കെ സെറ്റാക്കാനായിട്ട് നിങ്ങളെ ഏറ്റുവെങ്കിൽ നിങ്ങളെ കുടുംബത്തൊരു കല്യാണം, പ്രത്യേക ഓർത്ത മോനെ, ഫുഡിന്റെ കാര്യം ഒരാളെ ഏറ്റിട്ട് ആ ഫുഡ് എങ്ങാനും കൊളായാല് മരിക്കണ വരെ അത് കേൾക്കണ്ട വരും കേട്ടാ. അന്നേ മര്യാദ കല്യാണത്തിന്റെ ഫുഡ് കൊളാക്കിയത് ഇവനെന്ന് പറഞ്ഞിട്ട് തവിട് പൊടിയാവും. കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ചെക്കനും പെണ്ണും മരിച്ചു പോയാലും പറയും എന്തെന്ന്, അന്നത്തെ ഫുഡ് പങ്കാരൻ അലമ്പായി. സോ ഏറ്റെടുക്കുമ്പോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് ഏറ്റെടുക്കുക. എന്തായാലും എങ്ങനെയാണ് നിങ്ങൾ അപ്പോൾ ഒരു ഈവന്റ് മാനേജ്മെന്റ് ടീമിനെ സെലക്ട് ചെയ്യുന്നത്? നേരെ ഗൂഗിൾ നോക്കി ഈവന്റ് മാനേജ്മെന്റ് ടീം ഇൻ കോട്ടയം, കൊച്ചി എന്നൊക്കെ പറഞ്ഞ് അടിച്ചു നോക്കിയിട്ട് നേരെ വിളിക്കല്ല ചെയ്യണത്. നേരെ മറിച്ച് എന്താ ചെയ്യണേ, നിങ്ങൾ ഒരു ലിസ്റ്റ് ഓഫ് ടീമിനെടുക്കും. ആ ലിസ്റ്റ് ഓഫ് ടീമിൽ ഏറ്റവും നല്ല അഭിപ്രായമുള്ളവർ,
അവർ ചെയ്ത വർക്കുകൾ, പ്രീവിയസ് എക്സ്പീരിയൻസുകൾ, അവരുടെ പേര്, അവരുടെ ക്വാളിഫിക്കേഷൻ മീൻസ് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ പിന്നെ പ്രീവിയസ് ക്ലയൻറ്റുകൾ, അവർ ചെയ്ത സ്ഥലങ്ങൾ, അങ്ങനെ പലതും നോക്കും. അവരുടെ സപ്ലയേഴ്സ്, അവരുടെ സർവീസ്, അവരിത് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടോ, അവരുടെ റിസോഴ്സുകൾ, ഇതെല്ലാം നമ്മൾ നോക്കി ഇത് ചെയ്യുന്ന ഇത് ഫുഡിൻ്റെ ടേസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേസ്റ്റ് ഇതെല്ലാം സെറ്റപ്പാണോ വിത്ത് കോസ്റ്റ് ഇങ്ങനെ നോക്കി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിച്ചു നോക്കും, ഫുഡ് അടിപൊളിയാണെന്ന് ഫീൽ ചെയ്തു. മറ്റൊരു സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചു, ഫുഡ് പോരാ, അങ്ങനെ ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു കോൺട്രാക്ടറെ സെലക്ട് ചെയ്യണത്. അല്ലെങ്കിൽ ഇതുപോലെ ആവുമെന്നറിയോ, ഇന്നാളൊരുത്തൻ പോയി വർക്കിന് പോയി, കാറ്ററിംഗ് വർക്കിന് പോയി, തല്ലായി കാര്യമായിട്ടുണ്ട കല്യാണ വീട് അടിച്ചു പൊളിച്ച്. തലേ ദിവസം രാത്രിക്കലത്തെ ഫുഡ് എടുത്തിട്ട് ആൾക്കാർ നോക്കുമ്പോ നെയ്ച്ചോറിന്റെ ചെമ്പെടുത്ത് പറക്കണ്. എന്താണ്, നെയ്ച്ചോറൊക്കെ ഏറി കൂടെ പറന്നു പോണ്. നെയ്ച്ചോറും സാധനം കറിയും പരിപ്പ് കൂട്ടാനൊക്കെ ഏറി കൂടെ പറന്നു പോണ്. പപ്പടം പൊടിച്ചിട്ട് ഒരു സൈഡിൽ കൂടെ പോണ്, പിന്നെ ചോറ് വേറെ സൈഡിൽ കൂടെ, അരി വേറെ സൈഡിൽ എറിയണ്. എന്താണ് സംഭവം? അങ്ങനെ നമ്മളെ പരിചയമുള്ളൊരു ഓടി വന്നു, ഒരു രക്ഷയില്ല കേട്ടാ. ഞാൻ ചോദിച്ചാൽ എന്താ സംഭവം? ഒന്നുമില്ല, 2 കിറ്റിൽ ചോറാക്കി വന്നിരിക്കുകയാണ്. ചങ്കൂറ്റുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ഇതങ്ങോട്ട് കഴിച്ചിട്ട് പറയും. എന്നിട്ട് ഞാൻ വന്ന എന്താണ് പ്രശ്നം ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ അരിയിലെ പച്ചരി കടിച്ചാൽ പൊട്ടൂല, അതുമാതിരത്തെ ചോറും വേവാത്ത ബീഫും പിന്നെ മറ്റേ എന്തുട്ടാണ് പരിപ്പൂട്ടാനും അലമ്പ് സാധനം. ഞാൻ ചോദിച്ചത് എവിടെ നിന്ന് കിട്ടിയടാ, ഇതെവിടെ നിന്ന് കിട്ടാൻ? പുലിവാലി വർക്കിന് പോയാണ്, അലമ്പ് ഫുഡ് അടി കിട്ടാണ്ട് ഓടി രക്ഷപ്പെട്ട വഴിക്ക് 2 കിറ്റ് എടുത്ത് ഓടിയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് അതെന്താണ് ഇത്? വെപ്പുകാർ പിന്നെല്ലാം അറിഞ്ഞത് ഒരു നാട്ടിൽ നിന്ന് പിന്നെ പുറത്താക്കിയ വെപ്പുകാരില്ലേ, പുറത്താക്കിയ ലോ കാറ്ററിംഗ് കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ, പിന്നെ എൽച്ചേരി ഉണ്ടാക്കി പുറത്താക്കിയവൻ, പിന്നെ പപ്പടം കാച്ചിട്ട് പുറത്താക്കിയവൻ, നെയ്ച്ചോറ് വെച്ച് പുറത്താക്കിയവൻ, സദ്യ വിളമ്പി പുറത്താക്കിയവൻ, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കാറ്ററിംഗ് കമ്പനി തുടങ്ങി. അങ്ങനെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വിഭവങ്ങളാണിത്. അങ്ങനെ സംഭവിച്ച ഒരു പരിപാടി. ഫസ്റ്റ് വർക്കാണ് അവരുടെ. 8 നിലയിൽ പൊട്ടൂലേ? ഉറപ്പായിട്ടും പൊട്ടൂലേ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു ക്ലയന്റ്, ഒരു കോൺട്രാക്ടറെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലാകാനാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, 10 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കും. ഹൗ ടു സെലക്ട് എ കോൺട്രാക്ടർ ബൈ എ ക്ലയന്റ്. എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും? ഒന്ന്, അവരുടെ പേരും പ്രശസ്തിയും, നെയിം ആൻഡ് പ്രീവിയസ് എക്സ്പീരിയൻസസ്. റൈറ്റ്? കഴിഞ്ഞോ? ഇല്ല. അവരുടെ ആക്സിഡന്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്യും. ഉറപ്പായിട്ടും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എല്ലാവരും നമ്മൾ ചെക്ക് ചെയ്യുന്ന ആക്സിഡന്റ് ഹിസ്റ്ററി. അപ്പൊ നമ്മൾ നോക്കുമ്പോഴുണ്ടല്ലോ അടിപൊളി, കഴിഞ്ഞ പോലെ 24 പേരെ പരലോകത്തേക്ക് ആത്മാവിനെ വിട്ട ടീമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗംഭീർ റെക്കോർഡ് എന്ന് പറഞ്ഞ് എടുക്കോ? ഇല്ലല്ല. ആക്സിഡന്റ് ഹിസ്റ്ററി വളരെ കുറവായിരിക്കണം. റൈറ്റ്? അവർക്ക് പല ഇതുകളിലും മെമ്പർഷിപ്പും സർട്ടിഫിക്കേഷൻസും ഒക്കെ ഉണ്ടാവണം. ISO ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ്, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അവർക്ക് മുമ്പ് എവിടെയെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? ഏത് ലീഗൽ സംഗതി പെട്ട് കിടക്കായിരിക്കും കേട്ടാ. എൻഫോഴ്സ്മെന്റിൽ പെട്ട് കിടക്കാൻ മിണ്ടൂല. അപ്പൊ എൻഫോഴ്സ്മെന്റിന്റെ പേപ്പേഴ്സ് നമ്മൾ തപ്പിയെടുത്ത് നോക്കും, എൻഫോഴ്സ്മെന്റ് ആക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ. അല്ലെങ്കിൽ ക്ലയന്റ് കുടുങ്ങും. കോപ്പി ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി നോക്കട്ടെ എന്ന് പറയുമ്പോൾ പോളിസി അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പേര് വെട്ടിക്കൊള്ളണം. സേഫ്റ്റി പോളിസി ഉണ്ടാവണം. അത് അടുത്ത എലമെന്റിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കും എന്താണ് സേഫ്റ്റി പോളിസി എന്നുള്ളത്. കോപ്പി ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി. പിന്നെ അതുപോലെ തന്നെ അവരുടെ റിസ്ക് അസസ്മെന്റ് റിപ്പോർട്ടുകൾ നോക്കും. റിസ്ക് അസസ്മെന്റ് എത്രത്തോളം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ കമ്പനിയുടെ റിസ്ക് ലെവൽ എത്രത്തോളം ഉണ്ട്, റിസ്ക് ലെവൽ എങ്ങനെ കിടക്കുന്നത്, ജനറൽ റിസ്ക് ലെവൽ കുറവാണോ കൂടുതലാണോ. പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അഡിക്വേറ്റ്ലി ടെസ്റ്റ് ചെയ്ത പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ആണോ, സ്റ്റാൻഡേർഡൈസ്ഡ് ആണോ, അവിടുത്തെ വർക്കേഴ്സ് ഒക്കെ ട്രെയിൻഡ് ആണോ, അഡിക്വേറ്റ്ലി ട്രെയിൻഡ് ആണോ. അതുപോലെ തന്നെ അവർക്ക് ഇതിനെ കാറ്റർ ചെയ്യാനുള്ള 6 മാസം കൊണ്ട് പ്രൊജക്ട് തീർക്കണം. ഇത്ര മില്യണിന്റെ പ്രൊജക്റ്റ് ആണ്. അപ്പൊ കാറ്റർ ചെയ്യാനാകെ 10-15 വർക്കറുകളിലേക്ക് കൊടുക്കൂല. അതിനുള്ള കോമ്പീറ്റന്റ് ആയിട്ടുള്ള റിസോഴ്സ് ഉണ്ടോ എന്ന് നോക്കൂടാ. അങ്ങനെ പലതും നോക്കി കോസ്റ്റ് അടക്കം നോക്കിയിട്ടാണ് നമ്മളൊരു കോൺട്രാക്ടറെ സെലക്ട്. വലിയ കഥ ഒന്നുമില്ലടാ. നമ്മളെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ നമ്മൾ കാറ്ററിംഗ് യൂണിറ്റിനെ ഏൽപ്പിക്കുന്ന കാര്യം മനസ്സിൽ കൊണ്ടുവന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ ഹൗ ടു സെലക്ട് എ കോൺട്രാക്ടർ ബൈ എ ക്ലയന്റ്. ഇത് ഈ പോയിന്റ് കാണാൻ പടം പഠിക്കൊന്നും വേണ്ട. ഈ പോയിന്റുകളൊക്കെ ടെക്സ്റ്റിലുണ്ട്. കഥ മനസ്സിലായാൽ മതി. കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് മനസ്സിലാവും.
അങ്ങനെ ഒരു ക്ലയന്റ് ഒരു കോൺട്രാക്ടറെ സെലക്ട് ചെയ്തു. കോൺട്രാക്ടറെ സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? എത്രയാണ് റേറ്റ് എന്നൊക്കെ ചോദിച്ച് സെലക്ട് ചെയ്ത് ഇത്ര മില്യണാണ് 50% അഡ്വാൻസ് കൊടുത്തിട്ട് ആള് ടൂർ അടിക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? ക്ലയന്റ് വരുമ്പോഴേക്കൊക്കെ സെറ്റ് ആക്കണം കേട്ടോ. 50 ലക്ഷം റുപ്യ വീട് പണിയണം. 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ വീടും ഉണ്ടാവില്ല, കുറ്റി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവിടെയാണ് ഒരു ക്ലയന്റ് എങ്ങനെയാണ് ഒരു കോൺട്രാക്ടറെ മാനേജ് ആൻഡ് മോണിറ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രസക്തമാകുന്നത്. ഹൗ ടു മാനേജ് ആൻഡ് ഹൗ ടു മോണിറ്റർ എ കോൺട്രാക്ടർ ബൈ എ ക്ലയന്റ്. പ്രധാനമായി 2 സ്റ്റെപ്പാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് കോൺട്രാക്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർക്കിനെ പ്ലാൻ ചെയ്യും, കോർഡിനേറ്റ് ചെയ്യും. റൈറ്റ്? ഹൗ ടു പ്ലാൻ. കോൺട്രാക്ടർ സെലക്ട് ചെയ്തു, വരൂ ഇനി നമുക്ക് ഒരുമിച്ചിരിക്കാം, പ്ലാൻ വരക്കാം. പ്ലാൻ വരക്കുമ്പോൾ പരസ്പരം എന്ത് ചെയ്യും? വിൽ ബി എക്സ്ചേഞ്ചിങ് ദ ഇൻഫർമേഷൻ ഈച്ച് അതർ. എനിക്ക് ആസ് എ ക്ലയന്റ് എന്നുള്ള നിലയ്ക്ക് ഈ പ്രോജക്റ്റിനെ പറ്റി എനിക്കറിയാം നല്ല ഇൻഫർമേഷൻ ഞാൻ കോൺട്രാക്ടറോട് പറയണം. കോൺട്രാക്ടർ അയാൾക്ക് അറിയുന്ന ഇൻഫർമേഷൻ നമ്മളോട് ഷെയർ ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ഹസാർഡ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായി ഒരു റിസ്ക് അസസ്മെന്റ് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് അങ്ങോട്ട് ഉണ്ടാക്കും. ആ റിസ്ക് അസസ്മെന്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെ സേഫ് വർക്കിംഗ് മെത്തേഡ് എന്ന് പറയും, മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഒരു പണി ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സേഫ് മെത്തേഡ് ഏതാണെന്ന് നോക്കിയിട്ട് ആ മെത്തേഡ് എഴുതി വെക്കും, റിട്ടൺ ആക്കും. അങ്ങനെ സേഫ് വർക്കിംഗ് മെത്തേഡൊക്കെ ഉണ്ടാക്കി വർക്കിനെ പ്ലാൻ ചെയ്ത് കുട്ടപ്പനാക്കി വെക്കും. പറഞ്ഞു മനസ്സിലായി? ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഏത് വരുന്നത്? കോർഡിനേഷൻ വരുന്നത്. എന്താണ് ഈ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ? ഏകീകരിക്കുക, ഒന്ന് കോർഡിനേറ്റ് ചെയ്യാം. ഒന്ന് കോർഡിനേറ്റ് ചെയ്യട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സുഗമമായി നടത്തിക്കൊണ്ടുപോവാം. ഉദാഹരണത്തിന് വർക്ക് അറ്റ് ഹൈറ്റ് പണി നടക്കണ്, അതിന്റെ അടിയിൽ ഒരുത്തൻ നിൽക്കണ്, അവനെ പിടിച്ച് മാറ്റണം. അതിന് കോർഡിനേഷന്റെ ഭാഗമാണത്. റൈറ്റ്? അപ്പോൾ കോർഡിനേഷൻ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? ക്ലയന്റ് ചെയ്യുന്നു. സോ പ്ലാനിങ് ആൻഡ് കോർഡിനേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഒരു കോർഡിനേറ്റർ അപ്പോയിന്റ് ചെയ്യാം. ക്ലയന്റിന് എന്ത് ചെയ്യാം? ഒരു ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റർ അപ്പോയിന്റ് ചെയ്യാം. പണി കണക്കുകളാവില്ലേ? ഓക്കെ. പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ്. മാനേജ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് മാനേജിങ് ആൻഡ് മോണിറ്ററിങ്. എങ്ങനെയാണ് മാനേജിങ് മോണിറ്ററിങ് ചെയ്യുന്നത്? ഇന്ന് എത്ര പേര് വന്നു, ഇന്ന് എത്ര പണിക്കാർ വന്നു അറിയൂല. ഒപ്പിട്ടോന്നും അറിയൂല. അവർ പോയോ അറിയൂല. അവർ പണിയെടുക്കണ്ട അറിയൂല. അല്ല, ട്രെയിൻഡ് ആളുകളല്ല വന്നത്, അതറിയൂല. ഫോർമാൻ എങ്ങനെയുണ്ട് അറിയൂല. ഹൈ റിസ്ക് ആക്ടിവിറ്റി ഒക്കെ കൺട്രോൾഡ് അല്ല, കണക്കടക്കം ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പറയലെന്തല്ല മോണിറ്ററിങ് അല്ല. നമ്മളെ വീടിന്റെ വർക്ക് അടക്കുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാവണം. മേലെ ഇതൊക്കെ പിടിച്ചിരുമ്പോ പിടിച്ച് അവിടെ വെക്കാൻ ബിരിയാണി മാത്രം മേടിച്ചു കൊടുത്താൽ പോരാ, അവിടെ മൊത്തം സംഗതികൾക്ക് നമ്മൾ അവിടെ ഉണ്ടാവണം. ഇതിന്റെ പേരാണ് മാനേജിങ്. സൈനിങ് ഇൻ ആൻഡ് സൈനിങ് ഔട്ട്. ആളുകൾ വന്നില്ലേ പോയില്ലേ, പറഞ്ഞ വർക്കറെ തന്നെയല്ലേ കിട്ടിയിട്ടുള്ളത്. അയാൾ വരും, എന്ത് പറയും, മറ്റേത് വരും, മറിച്ചത് വരും, മറ്റേ ടെക്നോളജി വരും, ഇത് വരും. കോൺട്രാക്ട് സൈൻ ചെയ്ത് കാശും മേടിച്ചപ്പോൾ ഒരു ടെക്നോളജിയിൽ ഒന്നുമില്ല. ആകെപ്പാടെ 2-3 വർക്കേഴ്സും 3-4 മമ്മട്ടിയായിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടാവും? അപ്പോ കൃത്യമായിട്ട് എന്താണ്? ട്രെയിൻഡ് വർക്കേഴ്സ്, പറഞ്ഞ വർക്കേഴ്സ്, കോമ്പീറ്റന്റ് വർക്കേഴ്സ്, ഇവരൊക്കെ ഇൻഡക്ഷൻ ട്രെയിനിങ് കിട്ടിയിട്ടില്ലേ? നെയ്മഡ് ഫോർമാൻ ഒക്കെ അല്ലേ നോക്കുക. ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് ഓരോന്നും കൺട്രോൾഡ് അല്ലേ എന്നെല്ലാം. ഇൻ ഷോർട്ട് മാനേജ് ചെയ്യുന്ന വെച്ചാൽ ചെക്ക് ചെയ്യാടാ. മാനേജ് ചെയ്യുന്ന വെച്ചാൽ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ മാനേജിങ്ങിൽ വരും. റൈറ്റ്? അപ്പൊ പ്ലാനിങ്, കോർഡിനേഷനും മാനേജിങ്, മോണിറ്ററിംഗ് തമ്മിലുള്ള സ്റ്റെപ്പിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ക്ലയന്റ് ഒരു കോൺട്രാക്ടറെ മാനേജ് ചെയ്യണത്. ഒരു ക്ലയന്റ് ഒരു കോൺട്രാക്ടറെ സെലക്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ചുരുക്കത്തിൽ സേഫ്റ്റി റെസ്പോൺസിബിലിറ്റി രണ്ടുപേർക്കും ഷെയർഡ് ആണ്. കാരണം കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ക്ലയന്റ് ഉണ്ടായതുകൊണ്ട് ക്ലയന്റിന് അപകടം പറ്റാതിരിക്കാനും ക്ലയന്റ് മുഖേന കോൺട്രാക്ടർ അപകടം പറ്റാതിരിക്കാനും രണ്ടുപേർക്കും മ്യൂച്വൽ ഷെയർ സേഫ്റ്റി റെസ്പോൺസിബിലിറ്റി. ചുരുക്കത്തിൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞു. ഈ ഒരു എലമെന്റേ കഴിഞ്ഞു. ഫസ്റ്റ് എലമെന്റേ കഴിഞ്ഞു. ഈ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ചില ആളുകളുടെ സേഫ്റ്റി റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ഞാൻ വീണ്ടും 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 ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാണാപ്പാഠം പഠിക്കേണ്ട. ഡോണ്ട് ബി സ്ട്രെസ്ഡ്, ജസ്റ്റ് ബി റിലാക്സ്ഡ്. വളരെ സിമ്പിളാണ്. ഒരു കാരണവശാലും കാണാപ്പാഠം പഠിക്കേണ്ട. മറിച്ച് ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തു വരുന്നു, മിഡിൽ മാനേജർ എന്ന് പറയുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളാണ്, ഡൂവേഴ്സാണ്. മറ്റൊരു തിങ്കേഴ്സാണ്. ഇവർ ഡൂവേഴ്സാണ്. റൈറ്റ്?
ജോയിന്റ് ഓക്യുപ്പർ ഓഫ് പ്രിമൈസ് എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെ പ്രിമൈസുകൾ ഓക്യുപ്പൈ ചെയ്യുന്ന ആളുകളാണ്. കോൺട്രാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. യെസ്, ഓക്കെ. ക്ലയൻറ്റും ഉണ്ടാവും, കോൺട്രാക്ടർ ഉണ്ടാവും. കോൺട്രാക്ടർ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ ഉണ്ടായാൽ മതി. ബാക്കി എക്സാം നമ്മൾ വെട്ടിടും. ക്ലിയർ അല്ല? സോ എലമെന്റ് 1 ഇവിടെ തീരുകയാണ് കേട്ടോ. സോ എലമെന്റ് 1 ഒരു ഫൈനൽ റിവിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് എലമെന്റിൽ നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ട് സേഫ്റ്റി അല്ലെ, കണ്ണിച്ചോരുണ്ടാവണം, മനസാക്ഷി ഉണ്ടാവണം, അതിനെ മോറൽ എന്ന് പറയും. ആക്സിഡന്റ് ആയാലും കോസ്റ്റ് ആണ്, ആ കോസ്റ്റ് പ്രോഫിറ്റിനെ കട്ട് ചെയ്യും. അതുകൊണ്ട് ആക്സിഡന്റ് ഇല്ലാതിരിക്കാൻ സേഫ്റ്റി വേണം, അതിനെ ഫൈനാൻഷ്യൽ ആൻഡ് മണി റീസൺസ് എന്ന് പറയും. ആൻഡ് ഇതൊന്നും അല്ലെങ്കിൽ ഇനി ലീഗൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം കമ്പനിക്ക് അതല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിനെന്തിനെങ്കിലും ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ വയലേറ്റ് ചെയ്ത് ജയിലിൽ പോയി കിടക്കേണ്ടി വരും, കാശ് കുറെ ഇംപ്രിസൺമെന്റ്, ഫൈൻ അടിയും, പരിപാടിയെ തീരും. ഇതാണ് ഫസ്റ്റ് യൂണിറ്റ് ആകെ. സെക്കൻഡ് യൂണിറ്റിൽ എങ്ങനെയാണ് ഈ റീലീഗൽ ഫ്രെയിംവർക്ക് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതിന് ILO C-155 R-164 2 പേപ്പർ ഇരിക്കുന്നുണ്ട്. അതിൽ ഫുള്ള് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എംപ്ലോയർ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സേഫ്റ്റി, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് വർക്കേഴ്സ് എന്നാണ്. അതിൽ കുറെ റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. ആ റെസ്പോൺസിബിലിറ്റിക്ക് എതിരാണോ പ്രവർത്തിക്കുന്നത്, എൻഫോഴ്സ്മെന്റ് ആക്ഷൻ വരും, പ്രോസിക്യൂഷൻ ഉണ്ടാവും, ഫൈൻ ഇംപ്രിസൺമെന്റ് ഉണ്ടാവും. ഇതിനെതിരെ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് ഈ എൻഫോഴ്സ്മെന്റ് ആക്ഷനും പ്രോസിക്യൂഷനും ഫൈനും ഒക്കെ. ഇത് ചെയ്യുന്നത് എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയാണ്. സെക്കൻഡ് യൂണിറ്റ് കഴിഞ്ഞു. തേർഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് ആരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി. ഓർഗനൈസേഷൻ ആരൊക്കെ ഉണ്ട്? എംപ്ലോയർ ഉണ്ട്, എംപ്ലോയി ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, മിഡിൽ മാനേജേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഉണ്ട്, ജോയിന്റ് ഓക്യുപ്പർ ഓഫ് പ്രിമൈസസ് ഉണ്ട്, കോൺട്രാക്ടേഴ്സ് ഉണ്ട്. കണ്ടില്ലേ, വെറും 2 മിനിറ്റ് കൊണ്ട് കോൺസെപ്റ്റ് തീരില്ല. കണ്ട, ഞാനിപ്പോ ഈ പറഞ്ഞ 2 മിനിറ്റ് ഇല്ലേ, ഈ പറഞ്ഞ 2 മിനിറ്റ് തികച്ചില്ലാത്ത 2 മിനിറ്റ് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവണമെങ്കിൽ പാസ്സായി, പരിപാടി പാസ്സായി. അതിനപ്പുറത്തേക്ക് വേറൊരു തേങ്ങ എനിക്ക് പറയാനില്ല. പിന്നെ പൊളിക്കും, പിന്നെ ചാടണം. ക്ലാസ് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങി മറിഞ്ഞു ഓടിയിട്ട് വിളിച്ചു പറയണം, മക്കളെ ജോയിൻ ജോയിൻ നെബോഷ്, ജോയിൻ നെബോഷ് എന്നൊറക്കെ വിളിച്ച് പറയണോട്ടാ. അങ്ങനെ പറഞ്ഞിട്ട് കം ബാക്ക് ടു മീ, നമ്മളിവിടെ ഉണ്ടാവും ടോപ്പിൽ അടിച്ച് കയറാനായിട്ട്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മൾ വീണ്ടും കാണും അടുത്ത എലമെന്റ് 2 4 എലമെന്റുള്ള IG1 ഫസ്റ്റ് എലമെന്റ് വെട്ടിട്ട് കഴിഞ്ഞിരിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ആൻഡ് സൈനിങ് ഓഫ് യുവർ ഓൺ NM. താങ്ക് യു സോ മച്ച്. ബൈ.